ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളപ്പം ഇന്ന് പുതിയൊരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാട്ടോ. എൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ വന്നു. എറണാകുളത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. 2 ദിവസം ലീവ് കിട്ടി ഇപ്പോൾ ചാടിയതാണ്. അപ്പം ആദ്യം ഇവൻ്റെ നാട് കാണിച്ചേക്കാന്ന് പറഞ്ഞ് എന്നെ പുറത്തിറക്കിയതാണ്. കണ്ടോ, ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ. ചെറുപുഴ ടൗണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പുഴ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെയൊക്കെ പണിതിട്ട് സംഭവം അവിടെ ഇരിക്കാനുള്ള കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു തൂക്കുപാലം ഉണ്ട്, പക്ഷേ അതിപ്പം ക്ലോസ് ചെയ്തേക്കുക. അത് ഫുള്ള് പോയി കിടക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഒരാളും കൂടെ ജോയിൻ ആവുന്നുണ്ട്. മംഗലാപുരത്തു നിന്ന് ഒരാളും കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും അയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ചെറുപുഴ ഏറ്റവും ഫേമസ് ആയ സംഭവമാണ് വാട്ടർ റാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവം വരുന്ന പുഴയാണിത്. ബോട്ടിപ്പോൾ മേലേന്ന് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇതിലുള്ള കെയറപ്പിലുള്ള പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളിവിടെ നിന്നാണ്. ആ പുഴേൻ്റെ മേലെ ഒരു പാലമുണ്ട്, അവിടെ കയറി നിൽക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ വരും കേട്ടോ. അതിൽ കയറുമെന്നുണ്ട്. 1 മണിക്കൂർ ആണ് അതിൻ്റെ ഇത് വരുന്നത്, ലെങ്ത് വരുന്നത്. നമുക്ക് ഒരാൾക്ക് വരുന്ന പെർ ഹെഡ് 1400 അല്ല 1500 ആ റേഞ്ചാണ് വരുന്നത്. നമ്മൾ നോക്കിയെന്ന് മുതലെത്തി കേട്ടോ. 8 ബോട്ടുകൾ അവിടുന്ന് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇത് ഓൾറെഡി പ്രീ ബുക്കിംഗ് ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ കയറാൻ പറ്റുമോ നോക്കിയായിരുന്നു, പക്ഷേ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. വീഡിയോ വേണമെന്ന് ചോദിക്കേ. നമ്മൾ വെറുതെ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് ആൾക്കാർക്ക്. സംഭവങ്ങളാണ്. അവിടെ നിന്ന് കുറേ ടീംസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇത് ശരിക്ക് ഇവിടെ നിന്നല്ല, നല്ല അത്യാവശ്യം കൂടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല അഡ്വഞ്ചർ ആയിരിക്കും. നല്ല വെള്ളം ചാടും, നല്ല ത്രില്ലിങ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകും സംഭവം. ഇതിൻ്റെ അകത്ത് ഈ മെയിനായിട്ട് ഏറ്റവും ബേക്കിലിരിക്കുന്ന ടീംസില്ലേ, ഗോപ്രോ ക്യാമറയൊക്കെ തല വെച്ചിട്ട് ഏറ്റവും ബേക്കിലിരിക്കുന്നത്, അവർ ഇതിൻ്റെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ. ഇതിൻ്റെ എക്സ്പേർട്ടുകളാണ് അവർ. നോർത്ത് ഇന്ത്യന് ആൾക്കാർ, ലൈസൻസ് ഉള്ള ആൾക്കാരത് അങ്ങനെ കൊണ്ടുവന്നിട്ട് വാട്ടർ ഡ്രാഫ്റ്റിംഗ് നടത്തുന്നതാണ്. ഇതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം ഗൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ഇത് മാത്രമല്ല, കയാക്കിങ്ങും ഉണ്ട് കേട്ടോ. ഇതിലെ കയാക്കിങ് എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കയാക്കിങ് ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നീന്തൽ അറിയില്ലെങ്കിലും ഗേൾസും ബോയ്സും പിള്ളേരും എല്ലാം ചെയ്യുന്നതാണ് ഇത്. ഇവർ നോക്കുമ്പോൾ എല്ലാവരും പോസ് തരുന്നുണ്ടല്ലോ, പക്ഷെ കാര്യം അതില്ല. ബേക്കുന്നാ ഇത് വേറെ ടീംസ് എത്തി. എനിക്കൊന്ന് ലാസ്റ്റ് വേണാടാ ബേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, ബേക്കിലുള്ള ആളാണ് ഗൈഡ് ചെയ്യുന്നത് മൊത്തം കേട്ടോ. ബേക്കിലുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം. പിന്നെ ഓൾറെഡി വിഷ്വൽസ് ഇവർ ഷൂട്ട് ചെയ്യും ഗോപ്രോയിലൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇവിടെ 2 ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ വാട്ടർ ഡ്രാഫ്റ്റിംഗ് മെയിനായിട്ട് നടക്കുന്നത്. കേരളത്തിൽ ഒന്നേ ഉള്ളൂ ഇങ്ങനെ, വേറെ എവിടെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി വരും. അപ്പോൾ നമുക്കെല്ലാവരും ടീം വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, ഉറപ്പാണ്. ഞങ്ങൾ നോക്കി, പക്ഷേ പറ്റിയില്ല. ഇത് കർണാടക ഫോറസ്റ്റ് ആട്ടോ, നേരെ മുമ്പിൽ കാണുന്നത്. അവിടെ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം നമ്മൾ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിലെ ബോർഡറിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. അതിലുള്ള വിഷ്വൽസൊക്കെ അടിപൊളിയാണ്, കാണിച്ചു തരാം. നമ്മുടെ ഈ നാടിന് കുറേ പ്രത്യേകതകളുണ്ട്, അതെനിക്കറിയാം. പക്ഷേ കർണാടക ഫോറസ്റ്റിൻ്റെയും കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും നടുക്ക് വരുന്നൊരു സ്ഥലമാണ് പുളിങ്ങം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നത് കർണാടക ഫോറസ്റ്റാണ്, ഇത് കേരളമാണ്. ഈ കാണുന്നത് ബോർഡറാണ്. ഇപ്പോൾ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലം അവിടെ, ഇത് സ്ഥിരം ആന ഇറങ്ങുന്ന. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ എപ്പോഴും പറയുന്നേക്കാം ഇതിൻ്റെ അകത്ത് ആന ഇറങ്ങുന്നത് എപ്പോഴും. നേരത്തെയൊക്കെ ഞാൻ ഇതിൽ വന്നിട്ടുണ്ട്. അന്നേരം ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു വഴികളൊക്കെ. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച പോലെ നോക്കിയാൽ ലൈനായിട്ട്, ഈ ഒറ്റ ലൈന് ഞാൻ അങ്ങനെ വല്ല വെച്ച് പിടിപ്പിച്ചാണ് അതേന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ലൈനായിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ അന്ന് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുക. ഫോറസ്റ്റിനുള്ളിൽ കയറി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പണ്ട്. എടാ, അപ്പുറത്ത് കാലി വെച്ച കർണാടകത്തിലെത്തി. ഇത് ഷാഫി.
അല്ല നീ പോസ് ഇട്ടത് കണ്ടില്ല, ഒന്നുകൂടി ഇട്ടോ. അത് തന്നെ. നല്ല വെള്ളം നോക്കി, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇത് വരുന്നത് കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ശരിക്കും. ഇതിൻ്റെ ഈ പുഴേൻ്റെ പേര് കാര്യങ്ങോട് പുഴ എന്നാട്ടോ വരുന്നത്. പാലം പണിയുന്നതിന് മുമ്പ് ഈ കോളനിയിലേക്കൊക്കെ വണ്ടി വന്നുകൊണ്ടിരുന്നത് ഈ വഴി കൂടെ. അപ്പം ഇതിലെ ജീപ്പ് പാസ് ചെയ്യുന്ന ഈ പുഴേൻ്റെ ക്രോസായിട്ട്. നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്, നല്ല ഫ്രഷ് വെള്ളമാണിത്, ഫോറസ്റ്റിൽ നിന്ന് വരുന്നത്. ഇത് കിടിലൻ വെള്ളം. നമ്മളെ കണ്ട ഒരു പാറേൻ്റെ മണ്ടയിലേക്കൊക്കെ നടന്നു കയറി. ഓ നീ ചാടിക്കാൻ വീഴൊന്നുമില്ല. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇവിടെ ഓടക്കൊല്ലി കേവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു കുറേ കല്ലിനിടയിൽ കൂടെ 1.5 കിലോമീറ്റർ ദൂരം നമുക്ക് ഗുഹയ്ക്ക് ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അത് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാണിച്ചു തരാം. എന്താട്ടോ കല്ലിങ്ക് വരുന്നത്, നല്ല രസമാണ്. ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിപ്പോൾ പുളിങ്ങോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ശരിക്കും ഈ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന കർണാടക ഫോറസ്റ്റാണ്, ഇത് കണ്ണൂർ ജില്ലയാണ്, ഈ പുഴേൻ്റെ ഇപ്പുറം കാണുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഈ മൂന്നിൻ്റെയും ബോർഡറാണ് ഈ പറയുന്ന പുളിങ്ങോ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ കണ്ടോ, ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് കയറി. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണുന്ന കർണാടക ഫോറസ്റ്റാണ്.